നമസ്കാരം. വളരെ കൗതുകമുണർത്തുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്നെന്റെ വരവ്. അതായത് മുൻ ജന്മത്തിൽ പ്രണയിനികളായിരുന്നു എന്ന വിശ്വാസത്തിൽ തായ്ലൻഡിലെ ഒരു കുടുംബം 4 വയസ്സുള്ള ഇരട്ടക്കുട്ടികളുടെ വിവാഹം നടത്തിയിരിക്കുന്നു. 4 വയസ്സുള്ള കുട്ടികളാണെന്ന് ഓർത്തു നോക്കണം. അതും പരമ്പരാഗത ആചാരാനുഷ്ഠാന പ്രകാരം നടന്ന ഈ വിവാഹ ചടങ്ങിൽ തായ് പുരോഹിതന്മാർ പങ്കെടുക്കുകയും കുട്ടികളെ അനുഗ്രഹിക്കുകയും ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ. തായ്ലൻഡിലെ കലാസനിലുള്ള പ്രാചായ റിസോർട്ടിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. തൽസന പോണ് സോഞ്ചോയി എന്ന ഈ ഇരട്ട സഹോദരനും സഹോദരി തൽസതോണും കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹിതരായി. വിവാഹത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നെഗറ്റീവായും പോസിറ്റീവായും റിപ്പോർട്ടുകളുമുണ്ട്. സഹോദരനും സഹോദരിയുമായതാണ് അതിന്റെ കാരണം. ലോകമെങ്ങുമുള്ള സമൂഹ മാധ്യമ ഉപയോക്താക്കളെ വീഡിയോ ഏറെയാണ് ആകർഷിച്ചിരിക്കുന്നത്. ആഡംബരപൂർണമായ വിവാഹ ചടങ്ങിൽ അതിഥികൾക്കും ബുദ്ധ സന്യാസികളും എല്ലാവരും തന്നെ പങ്കെടുത്തു. 4 വയസ്സുള്ള വധു തന്റെ ഇരട്ട സഹോദരനെ വിവാഹവേളയിൽ ചുംബിക്കുന്നത് കാണാം. ചടങ്ങുകൾക്ക് ശേഷം ബുദ്ധ സന്യാസിമാർ ദമ്പതികളെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വിവാഹ ചടങ്ങിന് വരൻ കുതിരപ്പുറത്താണ് എത്തിയത്. ചടങ്ങുകൾക്ക് ബുദ്ധ സന്യാസിമാർ നേതൃത്വം നൽകി. ജൂൺ 28-നാണ് സംഭവം നടക്കുന്നത്. അതായത് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള വാർത്താ ഏജൻസിയായ മസ്റ്റ് ഷെയർ ന്യൂസ് ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബം 4 ദശലക്ഷം ബാറ്റ്, സ്വർണം എന്നിവ സ്ത്രീധനമായി വാഗ്ദാനം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതിന് പിന്നാലെ തായ് ജനത തങ്ങളുടെ പരമ്പരാഗത ആചാരത്തെ സ്വീകരിച്ചു. എന്നാൽ തായ്ലൻഡിന് പുറത്തുള്ളവർ ഏറെ കൗതുകത്തോടെയാണ് ഈ വീഡിയോയെ നോക്കിക്കണ്ടത്. തായ്ലൻഡിൽ പൊതുവെ ഇത്തരം ആചാരങ്ങളൊന്നും അസാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല. മുൻകാലങ്ങളിൽ പ്രണയിനികളായിരിക്കുന്നവരാണ് പിന്നീട് എതിർലിംഗത്തിലുള്ള ഇരട്ടകളായി പുനർജനിക്കുന്നത് എന്നാണ് തായ് ജനത വിശ്വസിക്കുന്നത്. നിലവിലെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നിർഭാഗ്യം, രോഗം അല്ലെങ്കിൽ അപകടം എന്നിവ ഒഴിവാക്കാനായി അവർ പരസ്പരം വിവാഹം കഴിക്കണമെന്നാണ് തായ് വിശ്വാസം. നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ആചാരം കുട്ടികളുടെ ജീവിതത്തിൽ ഐക്യവും ദീർഘായുസ്സും കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അതേസമയം ഇത്തരം വിവാഹങ്ങൾക്ക് നിയമപരമായ സാധ്യതയൊന്നുമില്ല. വെറും ആചാരാനുഷ്ഠാനമായി മാത്രമാണ് ഇത്തരം വിവാഹങ്ങൾ നടത്തപ്പെടുന്നത്. ഇരട്ടകളുടെ വിവാഹം അവരുടെ 10ാം പിറന്നാളിന് മുമ്പ് നടത്തണമെന്നാണ് വിശ്വസിക്കുന്നത്. ഹുവാ ഹിൻറ്റുഡേയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഈ വിവാഹത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സഹോദരനും സഹോദരിയൊക്കെ വിവാഹം കഴിക്കുന്നതിനെ എല്ലാവരും വിമർശിക്കുന്നുണ്ട്. നിങ്ങളും അതിനോട് യോജിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. പുതിയൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.